അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്തിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഒരു പ്രവൃത്തി ചെയ്യുമെന്നുള്ള പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയായിരിക്കും എന്ന് പറയാൻ പോവുകയാണ്. വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുകയായിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുകയായിരിക്കും, ഐ വിൽ സ്റ്റഡി. സെക്കൻഡ്, അപ്പോൾ നമ്മൾ വേർബ് പഠിക്കുക സ്റ്റഡി തന്നെയാണ്, സബ്ജക്റ്റ് ഐ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പഠിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ്. പഠിക്കുക സ്റ്റഡി, ഞാൻ പഠിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ടുമാറോ ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ച് നോക്കാം. ഇംഗ്ലീഷ് മാത്രം. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്, ടുമാറോ ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് മറ്റ് വാക്കുകളും കൂടെ, മറ്റ് വെർബുകളും കൂടെ ചേർത്തൊന്ന് പരിശീലിച്ച് നോക്കാം. അപ്പോൾ കളിക്കുക പ്ലേ, ഞാൻ കളിക്കുകയായിരിക്കും, ഐ വിൽ ബി പ്ലേയിങ്. സഹായിക്കുക ഹെൽപ്പ്, ഞാൻ സഹായിക്കുകയായിരിക്കും, ഐ വിൽ ബി ഹെൽപ്പിംഗ്. പോവുക ഗോ, ഞാൻ പോവുകയായിരിക്കും, ഐ വിൽ ബി ഗോയിങ്. വരിക കം, ഞാൻ വരികയായിരിക്കും, ഐ വിൽ ബി കമ്മിങ്. ഉറങ്ങുക സ്ലീപ്പ്, ഞാൻ ഉറങ്ങുകയായിരിക്കും, ഐ വിൽ ബി സ്ലീപ്പിംഗ്. എഴുതുക റൈറ്റ്, ഞാൻ എഴുതുകയായിരിക്കും, ഐ വിൽ ബി റൈറ്റിംഗ്. തുറക്കുക ഓപ്പൺ, ഞാൻ തുറക്കുകയായിരിക്കും, ഐ വിൽ ബി ഓപ്പണിംഗ്. വാങ്ങുക ബൈ, ഞാൻ വാങ്ങുകയായിരിക്കും, ഐ വിൽ ബി ബൈ. ഒപ്പം വീണ്ടും വീണ്ടും എഴുതുക, പഠിക്കുക, പരിശീലിക്കുക, ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആത്മവിശ്വാസം കൈവരിക്കുക.